നമുക്കിന്ന് നല്ലൊരു അടിപൊളി പായസത്തിന്റെ റെസിപ്പി നോക്കിയാലോ. നല്ല ചെറുപയർ പായസമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിന്റെ പരിപ്പല്ല, മൊത്തത്തിൽ ചെറുപയർ എടുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. പരിപ്പിന്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണ്ടോ. നമ്മൾ ആദ്യം ചെറുപയർ നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ മതിയാവും. വെന്ത ചെറുപയറിലേക്ക് ഇനി നമുക്ക് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ഒഴിച്ചു കൊടുക്കാം. നിങ്ങളുടെ ചെറുപയറിന്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് ശർക്കരയുടെ അച്ചെടുക്കാവുന്നതാണ്. ഇപ്പൊ ശർക്കരപ്പാനി എല്ലാം ഒഴിച്ച് ചെറുപയർ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പൊ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപയർ ഇപ്പോൾ ഈ സമയത്ത് ഒന്ന് കുത്തി ഉടച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ പശുവും പാലാണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ വല്ലാതെ വെട്ടി തിളപ്പിക്കരുത്, പിരിഞ്ഞു പോവും. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ ഏലക്കാപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ഒഴിക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇനി ഇപ്പൊ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വറുത്തിടാം. അതിനായിട്ട് ഒരു പാനിലേക്ക് ഞാൻ അത്യാവശ്യം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് നന്നായി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു പിടി കാഷ്യൂനട്ട് അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരി കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് വറുത്ത് കോരിയെടുക്കാം. കോരിയെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നെയ്യോട് കൂടി നമ്മൾ വറുത്ത് വെച്ചതെല്ലാം പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ സൂപ്പർ ടേസ്റ്റി ചെറുപയർ പായസം റെഡി. നല്ല ടേസ്റ്റാണ്, കാണുന്ന പോലെയല്ല. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.